അമേരിക്കയിലെ ഡെമനാലി പർവ്വതത്തിൽ കുടുങ്ങി മലയാളി പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ ഖാൻ. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ സൈന്യത്തെ അഭിനന്ദിക്കാൻ പതാക സ്ഥാപിക്കാനുള്ള ദൗത്യത്തിനിടെയാണ് ഷെയ്ഖ് ഹസൻ കുടുങ്ങിയത്. അമേരിക്കയിലെ ഏറ്റവും വലിയ പർവ്വതത്തിന് 17,000 അടി മുകളിലാണ് ഷെയ്ഖ് ഹസനും ഒപ്പമുണ്ടായിരുന്ന അമേരിക്കൻ പൗരനും ഇപ്പോൾ ഉള്ളത്. പത്തനംതിട്ട പന്തളത്തെ ഷെയ്ഖ് ഹസൻ ഖാന്റെ വീട്ടിൽ നേവി ജയശങ്കറാണ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നത്. ജയശങ്കർ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കുടുംബം എന്തൊക്കെയാണ് നൽകുന്ന വിവരങ്ങൾ? ജയശങ്കർ. ഉന്മേഷ്, ഷെയ്ഖ് ഹസന്റെ പന്തളത്തെ വീട്ടിലാണ് നമ്മളുള്ളത്. ഉമ്മ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ബന്ധപ്പെട്ടത് എന്നായിരുന്നു? 10-ാം തീയതി മാസം ജൂൺ 10-ന്. എങ്ങനെയായിരുന്നു? വാട്സപ്പ് കോൾ? അല്ല, വീഡിയോ കോളായിരുന്നു. സംസാരിച്ചു. അപ്പോൾ അവൻ കയറുമായിരുന്നു വണ്ടിയിൽ. അവരുടെ വണ്ടി ടാക്സി കയറ്റുമ്പോൾ എനിക്ക് ടാറ്റ വന്നിട്ട് പോയത്. 10-ാം തീയതി സംസാരിച്ചതേ ഉള്ളൂ. അതിനുശേഷം ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ല. സാധാരണ അങ്ങനെയല്ല, എവിടെ പോയാലും അവന് ഇടയ്ക്ക് നമ്മളെ ഒന്ന് വിളിക്കും. 2 മീറ്റിങ്ങിൽ സാറ്റലൈറ്റ് വഴി. ഈ പ്രാവശ്യം അത് വിളിച്ചിട്ടില്ല. ഈ തരത്തിൽ കുടുങ്ങി എന്നുള്ള വിവരം എങ്ങനെയാണ് അറിയുന്നത്? ഇന്ന് രാവിലെ 24 ന്യൂസ് പറഞ്ഞപ്പോഴാണ്. 24 നമ്മൾ കണ്ടില്ലായിരുന്നു. കണ്ടവർ വിളിച്ച് പറഞ്ഞ ശേഷം ഞാൻ വെച്ചപ്പോഴാണ് കാണുന്നത്. ഇത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടുത്തണം. അവനെ സുഖമായിട്ട് എത്തണിരിക്കുന്ന ഒരു ഫോൺ കോൾ മോൻ്റെ നിന്ന് കിട്ടിയാൽ മതി. സുഖമായിരിക്കുന്നു എന്നുള്ളൊരു വിളി മോൻ്റെ നിന്ന്. അത് നോക്കിയിരിക്കുക. അടിയന്തര ഇടപെടൽ എന്തായാലും വേണം. തീർച്ചയായിട്ടും വേണം. ഇത്തരത്തിലേ സമാനമായ രീതിയിൽ പല മലകളും കയറുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ സമാനമായ സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആ രീതിയിൽ കൈകാര്യം ചെയ്യുന്നു തോന്നുന്നില്ല? തീർച്ചയായിട്ടും ഷെയ്ഖ് ഹസൻ ഇതിനേക്കാൾ തീവ്രമായ പരീക്ഷണങ്ങളോട് കടന്നു പോകുന്ന ഒരാളാണ്. ഇതിനെയൊക്കെ വളരെ തരണം ചെയ്ത് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഈ വാർത്ത നിങ്ങളുടെ ചാനലിലൂടെയാണ് നമ്മളിത് ആദ്യമായിട്ട് അറിയുന്നത്. അത് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇവിടുത്തെ എം പിയായ ആൻ്റണി എം പിയുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഷെയ്ഖ് ഹസൻ തീർച്ചയായിട്ടും വിജയം വരിച്ച് തിരിച്ചു വരുമെന്നുള്ളത് തന്നെ ഞങ്ങളുടെ വിശ്വാസമാണ്. യാതൊരു സംശയം വേണ്ട. ഇതിനേക്കാൾ പ്രയാസമേറിയ മലകളൊക്കെ തരണം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. 7 പർവ്വതങ്ങൾ അല്ലേ? 7 പർവ്വതങ്ങളും കയറിയ വ്യക്തിയാണ്. വളരെ ഒരു ഫ്രണ്ടിനോട് ഒരു ആളെ സഹായിയായി പോയിരിക്കുകയാണ്. തമിഴ്നാടുകാരനായ ഒരു വ്യക്തിയോടൊപ്പം ഒരു 3 പേര് ചേർന്നാണ് പോയിരിക്കുന്നതെന്നാണ് ചാനലിലൂടെ അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ചാനലിലൂടെ അറിഞ്ഞുള്ള വിവരം മാത്രമാണ് കുടുംബത്തിനുള്ളത്. ഉമ്മ പറയുന്നത് എത്രയും വേഗം മകൻ തിരിച്ചു വരണം, മകനോടൊന്ന് സംസാരിക്കണം എന്നാണ് ആഗ്രഹം പറയുന്നത്. എന്തായാലും വീട്ടിൽ ഷെയ്ഖ് ഹസൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. സ്ഥിരം മലകയറ്റമാണ്, അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത്തവണ എന്താ അറിഞ്ഞത്? പൊതുവെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും മെസ്സേജസും അപ്ഡേറ്റും വരുന്ന. 15-ാം തീയതി സാറ്റലൈറ്റ് കോൾ ഉണ്ടായിരുന്നു 2 പക്ഷേ എനിക്കത് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. ഞാൻ അമ്മയോട് ചോദിക്കുകയും ചെയ്തു എന്തെങ്കിലും അറിവുണ്ടോ എന്ന്. അപ്പം പെട്ടെന്ന് ഇന്ന് ആ വാർത്തയിൽ അവിചാരിതമായി ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര കാരണം എത്രയും പെട്ടെന്ന് തിരിച്ചു വരണമെന്ന്. കാരണം പൊതുവെ ഇതിനേക്കാട്ടിലും വലിയ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത ആളാണ്. അപ്പോൾ ഇത് വളരെ നിസ്സാരമായി തിരിച്ചു വരും തന്നെ പ്രതീക്ഷ. യെസ് ആണ്, അത് തന്നെ പ്രതീക്ഷിക്കുന്നു. എത്രയും പെട്ടെന്ന് തീർച്ചയായിട്ടും തിരിച്ചു വരണം. തിരിച്ചു വന്നിരിക്കുന്നതാണ്. കാത്തിരിപ്പിലാണ്. അതെ, തീർച്ചയായിട്ടും. എന്തായാലും ഉന്മേഷ, ഇത്തരത്തിൽ കുടുംബവും സുഹൃത്തുക്കളും ഒക്കെ തന്നെ അദ്ദേഹത്തിനായുള്ള കാത്തിരിപ്പിനാണ്. എത്രയും പെട്ടെന്ന് തിരിച്ചു വരുമെന്ന് തന്നെയാണ് അവരുടെ പ്രതീക്ഷ. ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികൾ, സാഹചര്യങ്ങളൊക്കെ അദ്ദേഹം അതിജീവിച്ചിട്ടുണ്ട്. അതിനൊക്കെ മറികടന്നുകൊണ്ടാണ് ഇങ്ങനെ നിരന്തരം ഓരോ മലകളും കയറി വലിയ വലിയ റെക്കോർഡുകളൊക്കെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു വലിയ പ്രതീക്ഷയിലാണ് കുടുംബം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും കുടുംബം, ഉമ്മയുൾപ്പെടെയുള്ള ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട്. ഉന്മേഷ്. ജയശങ്കർ, ഇപ്പോൾ ഈ അദ്ദേഹം ആന്റണി എം പി ബന്ധപ്പെട്ട കാര്യം അറിഞ്ഞിരുന്നു. ഇനി കേന്ദ്ര സർക്കാർ തലത്തിൽ ഇടപെടൽ വേണം. അപ്പോൾ അങ്ങനെയാണ് ഇനിയും ഇതുമായി മുന്നോട്ട് പോകേണ്ടത്. ആ നിലയ്ക്കൊരു പ്രതികരണം ഈ എം പിയുടെ ഭാഗത്തുനിന്ന് തേടാൻ കഴിഞ്ഞിട്ടുണ്ടോ? മറ്റെന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ് എന്നതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ഉന്മേഷ, ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ സംബന്ധിച്ച് ഇതുവരെ കുടുംബത്തിന് ഔദ്യോഗികമായി ഏതെങ്കിലും തരത്തിലുള്ള അറിയിപ്പോ മറ്റു വിവരങ്ങളോ ലഭിച്ചിട്ടില്ല. ആ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ അമേരിക്കയിലെ ഒരു പർവ്വതത്തിൽ കുടുങ്ങിക്കിടക്കുന്ന എന്നൊരു വിവരം കുടുംബത്തിന് ലഭ്യമാകുന്നത്. ഏറ്റവും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കുടുംബവുമായി ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ മല കയറുന്ന ഒരു തുടക്ക ഘട്ടത്തിൽ മാത്രമാണ് ഉമ്മയുമായും വീഡിയോ കോളൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം കുടുംബവുമായി നേരിട്ടൊരു ബന്ധമുണ്ടായിട്ടില്ല. ഈ സാറ്റലൈറ്റ് ഫോണിൽ ഇടയ്ക്ക് ബന്ധുക്കളെ അല്ലെങ്കിൽ സുഹൃത്തുക്കളെയൊക്കെ ബന്ധപ്പെടാനുള്ളൊരു ശ്രമം നടത്തി. അതിനപ്പുറത്തേക്ക് കൃത്യമായി നിലവിലൊരു സാഹചര്യം എന്താണെന്നൊരു വിവരം ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഇല്ല. ഈ മാധ്യമ വാർത്തകൾ, വിവരങ്ങൾ മാത്രമാണ് അവരറിയുന്നത്. അപ്പോഴും അവരുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഇത്തരത്തിൽ സമാനമായ സാഹചര്യങ്ങളിലൂടെ ഷെയ്ഖ് കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരിച്ചു വരും, മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന തികഞ്ഞ ആത്മവിശ്വാസം അവർക്കുണ്ട്. കാരണം സമാനമായ നിരവധി സാഹചര്യങ്ങളിലൂടെ അദ്ദേഹം കടന്നു പോയിട്ടുണ്ട്. ഇതുപോലെയുള്ള വലിയ പല മലകളും കയറിയിട്ടുണ്ട്. അങ്ങനെ ഇത്തരം സാഹചര്യങ്ങളൊക്കെ നേരിട്ട് ശീലമുള്ളൊരു വ്യക്തിയാണ്. ഇത്തരം വ്യത്യസ്തമായ ദുർഘടമായ കാലാവസ്ഥകളൊക്കെ അതിജീവിക്കാൻ
ലഭിക്കുന്ന, അതിനെയൊക്കെ മറികടന്ന് പർവ്വതങ്ങൾക്ക് മുകളിൽ കയറുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ പോലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ വിഷയത്തിൽ അടിയന്തരമായ ഒരു ഇടപെടൽ നടത്തണമെന്ന് ആവശ്യപ്പെടുന്നു. കാരണം വ്യക്തി ഉള്ളത് ഇന്ത്യയിലല്ല, വളരെ ദൂരെ അങ്ങ് അമേരിക്കയിലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു അന്താരാഷ്ട്ര ഇടപെടൽ അത് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കുടുംബം ഇപ്പോൾ എം പി എന്തായാലും സമീപിച്ചിരിക്കുന്നത്. എം പി വിഷയത്തിൽ ഇടപെട്ടോ എന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി കുടുംബം ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ എന്തായാലും ഔദ്യോഗികമായി തന്നെ കേന്ദ്രത്തിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിലവിൽ കൈമാറപ്പെട്ടിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെയുള്ള ആളുകൾ കുടുംബത്തെ ഇതിനോടകം തന്നെ ബന്ധപ്പെട്ട് കാര്യവിവരങ്ങൾ തിരക്കിയിട്ടുണ്ട്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സംസ്ഥാന മിഷനറികൾ ഇതിനോടകം തന്നെ ചലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ കൂടി വാർത്തകളുടെ ഇടപെടലിൻ്റെ ഭാഗമായാണ്. എന്തായാലും ഇനി ഔദ്യോഗികമായി ഈ വിഷയത്തിൽ എന്ത് നടപടികൾ നടക്കുന്നു, ഏത് തരത്തിലായിരിക്കും രക്ഷാപ്രവർത്തനം, ഇനി എന്താണ് ഇതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ, അതൊക്കെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണ് വ്യക്തമാക്കേണ്ടത്. അത്തരം കാര്യങ്ങൾ ഡൽഹിയിൽ നിന്ന് തന്നെ അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും എം പിയും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതികരണവും ഉടൻ തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അദ്ദേഹം സുരക്ഷിതനായി എത്തുമെന്ന് തന്നെയാണ് കുടുംബത്തിൻ്റെ ഒരു പ്രതീക്ഷ. ആ പ്രതീക്ഷയിലാണ് അവരിയ്ക്കുന്നത്. കാരണം ഇതിനു മുമ്പും സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിയാണ്, ഇത്തരം ദുർഘടങ്ങളൊക്കെ നേരിട്ട വ്യക്തിയാണ്. അതുതന്നെയാണ് കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും ആത്മവിശ്വാസം. ഉന്മേഷ് AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ഡെനാലി എന്ന് പറയുന്നത് നോർത്ത് അമേരിക്കയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ്. ഇത് അമേരിക്കയിലെ അലാസ്ക എന്ന് പറയുന്ന സംസ്ഥാനത്താണ് ഉള്ളത്. ഡെനാലി നാഷണൽ പാർക്ക്, അങ്ങനെ അതിൻ്റെ കോർ ഏരിയയിൽപ്പെട്ട സ്ഥലത്താണ് ഈ പർവ്വതം സ്ഥിതി ചെയ്യുന്നത്. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.